അധ്യായം 13 ശബാപതി സ്വാമിയുടെ പഠിപ്പിക്കലുകൾ തുടർച്ച. ലയനത്തിന്റെ പാത രൂപപ്പെടുന്ന യന്ത്രം പോലെയാണെന്ന് പറയപ്പെടുന്നു. ഈ പരിശീലനം ആരംഭിക്കുന്നതിനു മുമ്പ് യോഗികളെയും ജ്ഞാനികളെയും കാണുന്നതിൽ നിന്ന് തടയുന്ന എല്ലാ ലജ്ജയും അഹങ്കാരവും ഉപേക്ഷിക്കണം. എല്ലാ തടസ്സങ്ങളും നീക്കം ചെയ്ത് പൂർണ്ണമായ ഏകാഗ്രതയോടെ ഒരാൾ അത് ചെയ്യണം. അങ്ങനെ ചെയ്യുന്നതിലൂടെ പരിശീലനം പൂർണ്ണമായി പൂർത്തിയാകും. 2. മണൽ, തീ, കാറ്റ് മുതലായവയുടെ അപകടങ്ങളിൽ നിന്ന് മുക്തമായ മനോഹരമായ ഒരു യോഗാ ആശ്രമത്തിലോ ഗുഹയിലോ സന്യാസി സുഖാസനത്തിൽ നിവർന്നിരിക്കണം. അത് അത്യാവശ്യമാണ്. പത്മാസനത്തിലിരുന്ന് പരിശീലിക്കുന്നത് പ്രത്യേകമാണ്. തല, കഴുത്ത്, നെഞ്ച് എന്നിവയുടെ മുകൾ ഭാഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലൂടെയും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഹൃദയത്തിൽ നിയന്ത്രിച്ചും ധോണിയേരി എന്നറിയപ്പെടുന്ന ബ്രഹ്മഭയത്തെയും പ്രവാഹട എന്നറിയപ്പെടുന്ന സംസാരഭയത്തെയും മറികടക്കണം. പിന്നെ നിങ്ങളുടെ 2 കണ്ണുകളുടെയും മൂർച്ചയുള്ള 2 കണ്ണുകളെ കുണ്ടലിനിയുടെ പിൻഭാഗത്തേക്ക് നയിക്കുക. ഈ ഘട്ടത്തിൽ സുഷുമ്നാ നാഡി ലിംഗവുമായി ചേരുകയും പടിഞ്ഞാറൻ ദിശയിൽ നട്ടലിലൂടെ മുകളിലേക്ക് കടന്നുപോകുകയും ചെയ്യുന്നു. ഈ 2 മൂർച്ചയുള്ളതും ഇടത്തരവുമായ ദർശനങ്ങൾ നാഡിയിലൂടെ നയിക്കപ്പെടണം. നമ്മൾ അകലെയുള്ള ഒരു വസ്തുവിനെ ഉറ്റുനോക്കുമ്പോൾ ഒരുതരം പ്രതിച്ഛായ ഉദിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ അതിനെ മൂർച്ചയുള്ള ദർശനമെന്ന് വിളിക്കുന്നത്. ശ്രദ്ധിക്കുക, പാശ്ചാത്യ ശാസ്ത്ര സമ്പ്രദായമനുസരിച്ച് ഈ കണ്ണിന്റെ മൂർച്ച എന്നത് കണ്ണിലെ അപ്പർച്ചർ വലിച്ചു കുറയ്ക്കുന്ന ഘടനയുടെ സ്വഭാവമാണ്. അത് സൃഷ്ടിക്കുന്ന നാഡിയെ ഒക്യുലോമോട്ടർ പാരാസിമ്പതറ്റിക് നാമ എന്ന് വിളിക്കുന്നു. അത് ഞാൻ മുകളിൽ സൂചിപ്പിച്ചതാണ്. അമറ്റ ഡിവിഷൻ വാഗസ് വഴി ആ കഴിവ് നൽകുന്നു. ഇറ്റിൻഡിംഗല എന്ന നാഡിയുടെ മധ്യത്തിലൂടെ ഇത് നാഡിയിലേക്ക് നയിക്കണം. അതിനാൽ ഈ അധ്യായത്തിൽ പരാമർശിച്ചിരിക്കുന്ന പ്രകൃതി മുമ്പത്തേതുപോലെ അമൃതപ്രവാളവുമായി ബന്ധപ്പെട്ട ഒരു വ്യായാമമായി കണക്കാക്കണം. 4. മുകൾ ഭാഗം ബ്രഹ്മരന്ധിരയിലും അടിഭാഗം കുണ്ടലിനിയിലുമുള്ള ഒരു നേരായ വടി ഉപയോഗിക്കുക. ചിത്രദൃഷ്ടി അതിനടിയിലാണെന്ന് ധ്യാനിക്കുക. മുമ്പ് സൂചിപ്പിച്ച 2 കൂർത്ത സൂചികൾ ഉപയോഗിച്ച് ചിത്രദൃഷ്ടി മുറുകെ പിടിച്ച് ബ്രഹ്മരന്ധിരയിലേക്ക് കൊണ്ടുവരിക. ഈ പ്രകൃതി സാവധാനം ചെയ്യണം. വടിയിൽ നിന്നും ബ്രഹ്മരന്ധിരയിലേക്കുള്ള ദൂരം 20-ൽ കുറയരുത്. 5. ചിത്രദൃഷ്ടി 20 മിനിറ്റ് ബ്രഹ്മരന്ധിരയിൽ വയ്ക്കുക. സൂക്ഷ്മ സുഷുമ്നാനാഡിയിലൂടെ വടിയുടെ മുകളിൽ നിന്നും താഴേക്ക് വേഗത്തിൽ നീക്കുക. 7. കുറച്ചുനേരം ഇങ്ങനെ ചെയ്യുക. മനസ്സിനെ തന്നെ സ്ഥിരവും സുസ്ഥിരവുമായ ഒരവസ്ഥയാക്കി നിശ്ചലമാക്കുക. 8. ഈ സാധന പൂർത്തിയാക്കിയ ശേഷം കണ്ണുകളിൽ നിന്ന് നോക്കുന്ന ചിത്രഷ്ടി ബ്രഹ്മരണ്ഡത്തിന്റെ മുകൾഭാഗത്തുള്ള മനസ്സിന്റെ സ്ഥാനത്ത് നിന്ന് ത്രികോണാകൃതിയിൽ പ്രചരിപ്പിക്കണം. 8. ഈ സാധന പൂർത്തിയാക്കിയ ശേഷം നിങ്ങളുടെ കണ്ണുകൾ, മൂക്ക്, മറ്റു രൂപങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന നിങ്ങളുടെ തല അറിവിന്റെ ആകാശത്തിൽ ലയിച്ച് അപ്രത്യക്ഷമാകുന്നു എന്ന വസ്തുതയെക്കുറിച്ച് ധ്യാനിക്കുക. കൈലാസഭട്ടതിയിൽ ഇതുപോലെ 2 ധ്യാനവാക്യങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്റെ കണ്ണുകൾ സമുദ്രത്തിന്റെ ചിറകുകൾ പോലെയാണ്, എന്റെ മനസ്സ് ആകാശം പോലെയാണ് എന്നിങ്ങനെ. 9. ബ്രഹ്മത്തിന്റെ ആകാശം. ഇത് രൂപവും നിറവുമില്ലാത്ത ശൂന്യമായ ആകാശമാണ്. എല്ലായിടത്തും വ്യാപിച്ച ആകാശം, ശുദ്ധവും ശാശ്വതവുമായ ആനന്ദത്തിന്റെ ദിവ്യമായ സാക്ഷി, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ആകാശം, വിശാലമായ സർവശൂന്യമായ ബുദ്ധിസാക്ഷി ചൈതന്യം. ആകാശത്തെക്കുറിച്ചുള്ള ധ്യാനം ഇങ്ങനെയാണ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. 10. ഇതാണ് പരമരഹസ്യം. മൂലകങ്ങൾ ചേർത്താലും അവയ്ക്ക് വ്യാപിക്കാനും കഴിയും. അവ നീക്കം ചെയ്താലും അവ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. അത് പരിധിയില്ലാത്തതാണ്. അങ്ങനെ തലയിൽ ധ്യാനിച്ച ആകാശം അറിവിന്റെ വിശാലമായ ആകാശത്തിൽ ലയിക്കട്ടെ. 11. ആ വിശാലമായ ആകാശത്തിനു കീഴിൽ എല്ലാ ജീവജാലങ്ങളും, വലതുവശത്ത് സൂര്യനും ഇടതുവശത്ത് ചന്ദ്രനും മുകളിൽ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളുമുള്ള ഭൂമിയെ ധ്യാനിക്കണം. എല്ലാം നിങ്ങളുടെ അറിവിന്റെ ആകാശത്താൽ വ്യാപിച്ചിരിക്കണം എന്ന്. അങ്ങനെ സർവശൂന്യദാത്മീയത്തെയും അഖണ്ഡസാക്ഷി മാത്രയെയും കുറിച്ചുള്ള അറിവ് ഉദിക്കും. ഈ ധ്യാനത്തിൽ രൂപങ്ങളും നിറങ്ങളും പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അവയെ അറിവിന്റെ ശുദ്ധമായ രൂപത്തിൽ ലയിപ്പിക്കുക. 12. ഈ അനുവാദനം നടത്തുന്നതിലൂടെ നിങ്ങളൊരു ഭാവനാ ബ്രഹ്മജ്ഞാനിയായി, ഒരു ബ്രഹ്മചാരിയായി മാറും. ഈ അവസ്ഥയിലെത്തിയ ഒരാളെ മറ്റൊരു സൂക്ഷ്മദർശകൻ എങ്ങനെ കാണുമെന്ന് 6-ാം അധ്യായത്തിലെ 7-ാം ഖണ്ഡികയിൽ പറഞ്ഞിരിക്കുന്നതുപോലെ എ.ജെ. ഡേവിസിന്റെ വ്യാഖ്യാനത്തിൽ നിന്ന് മനസ്സിലാക്കാം. തലയിൽ നിന്ന് 4 അടി ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന
പ്രകാശമാനമായ ആകാശം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.